Good afternoon. Good afternoon, Miss. സുഖാണോ മോനെ? പിന്നെ നമ്മുടെ കവിതയെല്ലാം ചൊല്ലി നോക്കിയായിരുന്നോ? ചൊല്ലാൻ കിട്ടുന്നുണ്ടോ? ഉണ്ട്. നമുക്കിനി അഭ്യാസം എടുത്താലോ? രാവിലെ ടീച്ചർ അവർക്ക് കുറച്ച് അഭ്യാസമാണ് പറഞ്ഞു കൊടുത്തത്. ഒന്നാമത്തെ മോനൊന്ന് വായിച്ചേ. താഴെ കൊടുത്തിട്ടുള്ള അർത്ഥങ്ങളിൽ പാഠഭാഗത്ത് വരുന്ന പദങ്ങൾ കണ്ടെത്തുക. ആദ്യത്തെ എന്താണ്? കണ്ണുകൾക്ക് ഇമ്പം കൊടുക്കുന്നത്. മോനെന്താ പഠിച്ചേ പാഠത്തില്? കവിതയിലെ വാക്കെന്തായിരുന്നു? എന്താണ് ടീച്ചറൊന്ന് ചോദ്യം പറഞ്ഞുതരാം. താഴെ കൊടുത്തിട്ടുള്ള അർത്ഥങ്ങളിൽ പാഠഭാഗത്ത് വരുന്ന പദങ്ങൾ കണ്ടെത്തുക. കണ്ണുകൾക്ക് ഇമ്പം കൊടുക്കുന്നത്. എന്താ മോനെ പദം? എന്തോ? നേത്രാഭിവിശാലമംശാലയെങ്കിൽ. അല്ല, അതിന്റെ വാക്ക് പറ. കിട്ടുന്നില്ല. പഠിപ്പിച്ചാണല്ലോ. എന്താണ് മോനെ? നേത്രാഭിരാമം ഉണ്ടോ? അപ്പൊ മോനെ എന്ത് ചെയ്യണം? നോട്ട് എടുക്കൂ. മലയാളം നോട്ട് എടുക്കൂ. ടീച്ചർ നോട്ട് കാണിച്ചു തരാം. ഇത് മോൻ കാണുന്നുണ്ടോ? ടീച്ചറിന്റെ നോട്ട് കാണുന്നില്ലേ? ക്ലിയർ ഇല്ല. അതെയോ? ടീച്ചർ പറഞ്ഞുതരാം. നോട്ട് എടുത്തോ മോൻ? മലയാളം ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തിക്കൊള്ളാം. വേണ്ട, മലയാളം നോട്ട് എടുക്ക. മിസ് ഒരു മിനിറ്റ്. നോട്ട് എടുത്തില്ല? ഷോൺ അവിടെ പോയി? എടുത്ത മോനെ. എന്നിട്ട് പാഠം 6 എഴുത. പാഠം 6. എഴുതിയോ? എന്താ പാഠത്തിന്റെ പേര്? ഷീമോന്റെ വിരുന്ന്. അതും എഴുത്. ഷീമോന്റെ വിരുന്ന്.
ഷീമോന്റെ വിരുന്ന് എഴുതിയോ? ടീച്ചറെ ഒന്ന് കാണിച്ച്. കോപ്പിയിലാണോ എഴുതുന്നത്? അതെ മിസ്. പിന്നെ സിംഗിൾ ലൈൻ ഇല്ല? എന്തോ മിസ് കേട്ടില്ല. ഒറ്റ വര ബുക്കില്ലേന്ന്? ഇല്ല മിസ്, ഞാൻ ഇതിലായിരുന്നു എല്ലാ പാടും എഴുതിക്കൊണ്ടിരുന്നത്. ആണോ? ഇന്നത്തെ തീയതി ഇടണേ സൈഡില്. ഇന്ന് ഏതായിരുന്നു തീയതി മിസ്സേ? ഇന്ന് 17. തീയതിയൊന്നും ഓർമ്മയില്ല. തീയതിയിൽ ഓർത്തിരിക്കേണ്ട ദിവസമൊക്കെ. എന്നിട്ട് മോൻ എന്താ എഴുതണ്ടേന്ന് അറിയാം? അവിടെ എഴുതണം, അവിടെ ഉള്ളതുപോലെ തന്നെ. എന്താണ്? താഴെ കൊടുത്തിട്ടുള്ള അർത്ഥങ്ങളിൽ പാഠഭാഗത്ത് വരുന്ന പദങ്ങൾ കണ്ടെത്തുക. അർത്ഥം എഴുതിയാ പോരെ? അല്ലെങ്കിൽ ഇങ്ങനെ എഴുതണം. എഴുതാൻ മടി കാണിക്കരുത്. പാഠഭാഗത്ത് വരുന്ന പദങ്ങൾ കണ്ടെത്തുക എന്ന് എഴുതി. പാഠഭാഗത്ത് വരുന്ന പദങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് പിന്നെ എന്താ പറയാ, നേത്രാഭിരാമം എഴുതിയ മോനെ എഴുതാൻ അറിയോ? നേത്രാഭിരാമം. എന്നിട്ട് വരയിട്ടിട്ട് ഈ വാക്ക് എഴുതും. എന്താണ് നേത്രാഭിരാമം എന്ന് പറഞ്ഞാല്? കണ്ണുകൾക്ക് ഇമ്പം നൽകുന്നു. ഇമ്പം കൊടുക്കുന്നത്. അതെഴുതി. നേത്രാഭിരാമം എഴുതി വരയിട്ടു. കണ്ണുകൾക്ക് ഇമ്പം കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ എന്താണ് മോനെ? രണ്ടാമത്തെ എന്താ? മനോഹരമായ മാളിക. അതിന് പകരം മോൻ എന്താ പഠിച്ചേ? ഇതിന് പകരം കവിതയിൽ എന്താ പഠിച്ചത്? ഓർമ്മയുണ്ടോ? പ്രമാദം. പ്രമാദം അല്ലല്ലോ, പൂമേട. പൂമേട കണ്ടോ? അപ്പം പൂമേട എന്ന് എഴുതുക.
എന്നിട്ട് വരയിട്ടിട്ട് മനോഹരമായ മാളിക എന്ന് എഴുതുക. ഇനി അടുത്ത എന്താണ്? അബദ്ധം. അതിന് പകരം എന്താ പഠിച്ച? അറിയെങ്കിൽ അറിയുന്നു അറിയില്ലെങ്കിൽ ഇല്ലെന്ന് പറയും. എന്താണ് കിട്ടുന്നുണ്ടോ? അറിയില്ല. ഈ കവിത പഠിച്ചിട്ട് ഇതിന് പകരം പദം അറിയാത്ത എന്താ? നിങ്ങള് കവിത പഠിച്ചല്ലേ? കവിതയെല്ലാം ചൊല്ലി നോക്കണ്ടേ, എന്നൊക്കെ കിട്ടൂ. പ്രമാദം ഉണ്ടോ? പ്രമാദം. പ്രമാദം എഴുതുക, വരയിടുക, എന്നിട്ട് അബദ്ധം എന്നെഴുതുക. എഴുതി. ഇനി അടുത്തത് രാജാവ്. എന്തായിരിക്കും പകരം പദം? രാജാവ് എന്നർത്ഥം വരുന്ന പദം ഏതാ പാഠത്തില്? നൃപൻ. നൃപൻ. നൃപൻ എന്നെഴുതുക, വരയിടുക, രാജാവ് എന്നെഴുതുക. ഒന്ന് വായിച്ച്. താഴെ കൊടുത്തിട്ടുള്ള അർത്ഥങ്ങളിൽ പാഠഭാഗത്ത് വരുന്ന പദങ്ങൾ കണ്ടെത്തുക. 1. നേത്രാഭിരാമം, കണ്ണുകൾക്ക് ഇമ്പം കൊടുക്കുന്നത്. അത് നമ്പർ ഇടണ്ട കേട്ടോ, നമ്പർ ഇടണ്ട. അടുത്തത് പൂമേട, മനോഹരമായ മാളിക. പ്രമാദം, അബദ്ധം. നൃപൻ, രാജാവ്. റഫ് നോട്ടിൽ 5 തവണ എഴുതി പഠിച്ചിട്ട് കാണാതെ എഴുതി നോക്കണം കേട്ടോ. 5 തവണ എഴുതിയിട്ട് തന്നെ എനിക്ക് ഇട്ട് തന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എഴുതി പഠിക്കണം, എങ്കിൽ മാത്രമേ അക്ഷരതെറ്റ് കൂടാതെ എഴുതാൻ പറ്റൂ. ഓക്കെ ഷോൺ. ഇനി അടുത്തത് വായിച്ചോ. കൂട്ടത്തിൽ ചേരാത്ത പദം കണ്ടെത്തുക. ഒന്നാമത്തെ എന്താ? പൂന്തേൻ, പൂമേട, പൂക്കാവ്, പൂക്കുട. അതില് കൂടുതൽ ചേരാത്ത ഏതാ? പൂമേട. പെൻസിൽ എടുത്തിട്ടുണ്ടോ? പെൻസില് ഉണ്ട്. ആ വാക്കിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്താൽ മതി. ചെയ്തോ? ഈ രണ്ടാമത്തെ വായിച്ചോ. കാൺമാൻ, ഉൺമാൻ, പെൺമാൻ, ഉൺമാൻ. ഊൺമാൻ. ഊണുക, ഊണുക, ധരിക്കുക. അതിന്റെ അർത്ഥം തന്നെയാണല്ലേ? അപ്പൊ അതിലേതാണ് വ്യത്യാസമുള്ളത്? പെൺമാൻ. ഇത് അണ്ടർലൈൻ ചെയ്തോ? ചെയ്തു. നീ മൂന്നാമത്തെ വായിച്ചിട്ടുണ്ട്. വിരിപ്പ്, പുതപ്പ്, വാർപ്പ്, ഇരിപ്പ്. അതില് മോനെ എണ്ണപ്പെട്ട, തള്ളപ്പെട്ട, കേൾവിപ്പെട്ട, കാണപ്പെട്ട. ഏതാണ്? തള്ളപ്പെട്ട. അടുത്തത് 7, 8, 3, 4, 5, 6, 10,000. 3, 4.
മുന്നാല് അഞ്ചാറ് 10,000. മോനെ ഏതാ തോന്നുന്നേ? 10,000. ആ ആയില്ലേ? ഇനി അടുത്തത് മൂന്നാമത്തേത്. അടുത്തെന്താ? മാതൃക നോക്കി ഒരെണ്ണം കൂടി എഴുതുക. എഴുതുക. വായിച്ചോളൂ. താഴ്ക്കെ മാഴ്ക്കെ വീഴ്ക്കെ. ആ വേറെ എന്തെങ്കിലും പറയാൻ അറിയോ? ഒരു വാക്ക് ആലോചിച്ച് നോക്കാം. കേഴ്ക്കെ. ഒന്നുകൂടെ പറഞ്ഞ്. കേഴ്ക്കെ. കേഴ്കെ. പിന്നെ അവിടെ നമുക്ക് വാഴുകയെന്ന് എഴുതാം. വാഴുകെ. വാഴുക, ഭരിക്കുക. വാഴുകെ. എഴുതിയോ? എഴുതാൻ അറിയാം മോനെ? ആ വാഴുകെ. പിന്നെ നമുക്ക് ചൂഴുക എന്ന് പറയാം, അല്ലേ? അങ്ങനെ ആലോചിച്ചാൽ കുറെ വാക്കുകൾ നമുക്ക് കിട്ടും. ഇനി അടുത്ത എന്താണ്? പാഴുറ്റ വാരുറ്റ ചേലുറ്റ. പിന്നെയോ? എന്തെങ്കിലും പറയാൻ അറിയുമോ? പാഠം എടുത്തിട്ട് കുറെ നാളായില്ലേ? ഇതിന്റെയൊക്കെ അഭ്യാസങ്ങളൊന്നും നോക്കണ്ടായിരുന്നോ? എന്നിട്ട് എഴുതി വെക്കണ്ടായിരുന്നോ? ഇത് ആഴ്ചയിൽ ഒരു ദിവസമല്ലേ കിട്ടുന്നുള്ളൂ. ഇതാ അവിടെ നമ്മള് എഴുതുക. ഇറ്റ പറയണം, അല്ലേ? താനുറ്റ. തേനുറ്റെന്നോ താനുറ്റാന്നോ എഴുതാം. താനുറ്റ. താ ആ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം ഉ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം ഇറ്റ എന്ന കൂട്ടക്ഷരം. ഓക്കെ. ഇനി അടുത്ത എന്താ മോനെ? നശിക്കുക, നാശകം. നാശകം. അടുത്തതാ നശിപ്പിക്കുക. വെറുതെ വേണ്ടെന്നേ. അടുത്ത എന്താണ്? അടുത്ത വാക്കെന്താ? വായിക്കുക. ഹരിക്കുക, ഹാരകം. വചിക്കുക, വാചകം. പിന്നെയോ? പചിക്കുക, പചികം. അല്ല, പാചകം. എന്താണ്? പാചകം. ഒന്നുകൂടെ പിന്നെ പറയൂ. മാതൃക നോക്കി ഒരെണ്ണം കൂടി എഴുതുക. ഒന്ന് താഴ്ക്കെ മാഴ്ക്കെ വീഴ്ക്കെ വാഴ്ക്കെ. വാഴ്കെ. അടുത്തത്. 2 പാഴുറ്റ വാരുറ്റ ചേലുറ്റ താനുറ്റ. അടുത്തതോ? 3 നശിക്കുക, നാശകം. ഹരിക്കുക, ഹാരകം. വചിക്കുക, വാചകം. ഭജിക്കുക, പാചകം. അത് ഫിനിഷ് ചെയ്തു. ഇനി അടുത്ത എന്താണ്? നാലാമത്തെ. 4 ഏറ്റവും ശരിയായ ഉത്തരം കണ്ടെത്തുക. ഒന്നാമത്തെ വായിച്ചോ. ചീമോന്റെ വീട്ടിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നാണല്ലേ? അതിന്റെ ആൻസർ ഏതായിരിക്കും? ഏതൊക്കെയാണെന്ന് വായിക്കേ. മെഴുകുതിരി വിളക്കുകൾ, വെള്ളിച്ചങ്ങല വിളക്കുകൾ, രത്നദീപങ്ങൾ, നിലവിളക്കുകൾ. ഏതായിരുന്നു മോനെ? ശരിയായ ഉത്തരം ഏതാ?
മെഴുകുതിരി സീമാന്റെ വീട്ടിലുണ്ടായിരുന്നതോ? പാടം നോക്ക്. വെള്ളിച്ചങ്ങല. ആ, അവിടെ ഒന്നെങ്കിൽ അടിവരയിടുക അല്ലെങ്കിൽ ടിക്കിടുക. രണ്ടാമത്തേതോ? തീർത്ഥം എന്നതിന് താഴെ കൊടുത്തിട്ടുള്ള അർത്ഥങ്ങളിൽ സന്ദർഭത്തിന് യോജിക്കാത്ത അർത്ഥം ഏത്? ഏതാ? എല്ലാം വായിച്ച് ഓരോന്നോരോന്ന് വായിക്കും. പരിശുദ്ധ ജലം, പുണ്യജലത്തോടു കൂടിയ ജലാശയം, പുണ്യസ്ഥലം, യാഗം. ഏതാണ് മോനെ? യാഗം. ആ, അടുത്തത്, ആ, യേശു ശിലോന്റെ കൊട്ടാരത്തിൽ എത്താനിടയായത്? ആ, പറഞ്ഞു. യാദൃശ്ചികമായി യേശു ആവശ്യപ്പെട്ടതനുസരിച്ച് ശിമോന്റെ ക്ഷണപ്രകാരം മറ്റാരുടെയോ നിർദ്ദേശപ്രകാരം. ഏതാണ് ആൻസർ? ശിമോന്റെ ക്ഷണപ്രകാരം. ക്ഷണിച്ചിട്ടാണോ വന്നത്? സീമോൻ ക്ഷണിച്ചിട്ടാണോ വന്നത്? കവിത നോക്ക്, എന്നിട്ട് പറ. ടീച്ചർ എടുത്തു തന്നെയില്ലേ? യാദൃശ്ചികമായി. കറക്റ്റ് ആണോ? പ്രതീക്ഷിതമായിട്ടാണോ വന്നത്? ക്ലാസ് ഉണ്ടായിരുന്നു. നോക്ക് ശരിക്കും. എന്താ പറഞ്ഞത്? മറ്റാരുടെയോ നിർദ്ദേശപ്രകാരം. അത് തന്നെ. അത് എവിടെയാണെന്നറിയോ അത് പറയുന്നത്? പിന്നെ ആ യഹൂദ പ്രഭു തന്നാൽ നിമന്ത്രിത നായെഴുന്നള്ളിയ യേശുദേവൻ. ചെയ്തോ? നാലാമത്തെ എന്താ പറഞ്ഞത്? തെറ്റായ പ്രസ്താവന ഏത്? ശിമോന്റെ വിരുന്നുമുറി സുന്ദരമായിരുന്നു, അലങ്കരിച്ചതായിരുന്നു, വിചിത്ര വർണ്ണമുള്ള പട്ടു വിരിച്ചിരുന്നു, ചെമ്പകം, അശോകം, മുല്ല തുടങ്ങിയ പൂക്കൾ വിതറിയതായിരുന്നു. ഒന്ന് വായിച്ചു തരാമേ. പിന്നെ ശീമോന്റെ വിരുന്നുമുറി
സുന്ദരമായിരുന്നു, അലങ്കരിച്ചിരുന്നു, വിചിത്രവർണ്ണമുള്ള പട്ടു വിരിച്ചിരുന്നു. ചെമ്പകം, അശോകം, മുല്ല തുടങ്ങിയ പൂക്കൾ വിതറിയതായിരുന്നു. വിതറിയതായിരുന്നു. ഇതിലേതാണ്? ശരിയായ ഉത്തരം തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത്. അലങ്കരിച്ച് മാമെടുക്ക അലങ്കരിച്ചതായിരുന്നോ? അല്ല. ആ ചെയ്തോ? ആ ഇനി അടുത്തതോ? യോജിക്കാത്തത് ഏത്? ആ വായിച്ചോളൂ. യേശുവും ഇടയൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കഴുത്തോളം മുടി വളർന്നിരിക്കുന്നു. ജനന മരണങ്ങൾക്ക് സാമ്യമുള്ളവരായിരുന്നു. രണ്ടുപേരുടെയും ഉപദേശങ്ങൾ പിൽക്കാലത്ത് ജനങ്ങൾക്ക് വഴികാട്ടികളാണ്. ജീവിതകാലത്ത് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരാണ് ഉപദേശങ്ങൾക്ക് പ്രചാരം നൽകിയത്. അതിലേതാ മോനെ യോജിക്കാത്ത? ഏതാ മോനേതാ തോന്നുന്നേ? കഴുത്തോളം മുടിയുള്ള രണ്ടുപേർക്കും ഇല്ലേ? യേശുവിന്റെ മുടി എവിടം വരെ ഉണ്ട്? കൃഷ്ണനെ കണ്ടിട്ടുണ്ടോ? ഇല്ലേ. യോജിക്കാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. രണ്ടുപേരുടെയും ഉപദേശങ്ങൾ പിൽക്കാലത്ത് ജനങ്ങൾക്ക് വഴികാട്ടി. വെരി ഗുഡ്. ഇതാണോ? ഞാൻ വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ ക്ഷണത് അടയാളപ്പെടുത്തിയല്ലേ? ഷോണ് ചോദിച്ചതാണോ? അല്ലേ ഷോണ്? ഇടയ്ക്ക് നമുക്കൊരു കോമഡിയിലും വേണ്ട. ഷോണ് ബോറടിച്ചിരുന്നോ? ഷോണിന് ബോറടിക്കുന്നുണ്ടോ ഷോണ്? ടീച്ചറിനാണെങ്കിൽ ക്ലാസ് എടുത്തെടുത്ത് സൗണ്ടും പോയിരിക്കുന്നത്. സൗണ്ടേ പുറത്തേക്ക് വരുന്നില്ല ക്ലാസ് എടുത്ത്. കേൾക്കാമോ ഷോണ്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? അതായത് അടുപ്പിച്ച് പീരീഡ് വരുമ്പോഴേ മലയാളം അല്ലേ, തൊണ്ടയ്ക്കൊരു സ്ട്രെയിൻ. ഒന്നുകൂടി ടീച്ചർ ഉദാഹരണം പറയാമേ. ഇടയൻ എന്നു വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. ഇതാണോ ഷോണെന്ന് ആലോചിച്ചത്? ഇതാണോ ആൻസർ? അല്ല. കഴുത്തോളം മുടി വളർത്തിയിരുന്നു. ഇതാണോ? അല്ല. ജനന മരണങ്ങൾക്കു സാമ്യമുള്ളവരായിരുന്നു. യോജിക്കാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ജനന മരണങ്ങൾക്കു സാമ്യമുള്ളവരായിരുന്നു. അല്ല. രണ്ടുപേരുടെയും ഉപദേശങ്ങൾ പിൽക്കാലത്ത് ജനങ്ങൾക്കു വഴികാട്ടികളാണ്. യോജിക്കാത്തയാണ്. യോജിക്കുന്നതല്ല വേണ്ടത്, പിന്നെന്താണ്? യോജിക്കാത്തതാണ് വേണ്ടത്. അത് യോജിക്കുന്നുണ്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞത്? ഇല്ല. രണ്ടുപേരുടെയും ഉപദേശങ്ങൾ പിൽക്കാലത്ത് ജനങ്ങൾക്ക് വഴികാട്ടികളായിരുന്നോ? അല്ല. പിന്നെയോ? അത് യോജിക്കൂലേ?
കൃഷ്ണന്റെ ഒക്കെ പാഠം നമുക്ക് പഠിക്കാൻ തരുന്നില്ലേ? ആ മോനെ യേശുവിന്റെ ഇല്ലേ നിങ്ങള് ബൈബിളൊക്കെ പഠിക്കുന്നില്ലേ? ആ അപ്പൊ വഴികാട്ടികളല്ലേ നമുക്ക്? ആ അത് യോജിക്കുന്നതാണോ യോജിക്കാത്തയാണോ? യോജിക്കുന്നത്. ഇനി അടുത്ത എന്താണ്? ജീവിതകാലത്ത് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരാണ് ഉപദേശങ്ങൾക്കു പ്രചാരം നൽകിയത്. എന്റെ അഭിപ്രായം ഏതാ? ഇതിലേതാണ് യോജിക്കുന്നത് യോജിക്കാത്തതും? ജീവിതകാലത്ത് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരാണ് ഉപദേശകർക്ക് പ്രചാരണം നൽകിയത്. അതാണ് നേരത്തെ പറഞ്ഞത്. അല്ല. അതാണ് മോനെ കാരണം ആൻസർ. കിട്ടിയില്ലേ ഇപ്പം? നിങ്ങളുടെ പറഞ്ഞായിരുന്നോ? വേണ്ട. അല്ല, മറ്റുള്ള കുട്ടികൾക്ക് പ്രയോജനപ്പെടുമല്ലോ നിങ്ങളുടെ പറഞ്ഞാല്. ഒന്നാമത്തെ ആൻസർ എന്തായിരുന്നു? രണ്ടാമത്തെ അല്ല, ഒന്നാമത്തെ എന്താ മോനെ? വെള്ളിച്ചങ്ങല വിളക്കുകൾ. 2 യാഗം. 3 മറ്റാരുടെയോ നിർദ്ദേശപ്രകാരം. 4 അലങ്കരിച്ചിരുന്നു. 5 ജീവിതകാലത്ത് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരാണ് ഉപദേശങ്ങൾക്ക് പ്രചാരം നൽകിയത്. ഞാൻ അടുത്ത എന്താ മോനെ? 6 ചൊല്ലുമ്പോൾ വ്യത്യാസം തോന്നുന്ന ഈരടി ഏത്? ചൊല്ലിക്ക് വന്ന് ടീച്ചറിന് ഈണം പറഞ്ഞു തന്നെയല്ലേ? എന്താ മിസ്? ഈ വരികളൊന്ന് ചൊല്ലുമോ? 7-8 കാശിന്റെ ഉന്മാദത്തള്ളലെ പാടുറ്റ നിൻകാല താഴില്ലെന്നോ. ഈണം നല്ലല്ലേ? ഇനി അടുത്ത വരി നോക്കിക്കേ. മോന് ചൊല്ലാൻ കിട്ടുമോ? എന്ന് കുളിക്കും ഞാൻ. അടുത്ത ലൈൻ എന്താണ്? മഞ്ഞ നീരാടും ഞാൻ. എന്നിട്ടും എന്തേ ഞാൻ കാക്കയെ പോലെ. ആ വരി ചേരുന്നുണ്ടോ? മോളത്തെ വരിക്ക് ചേരുമോ ഇത്? ഇല്ല. ഇനി അടുത്തതോ? കാലചക്ര ഭ്രമം പാർത്തു കണ്ടാലൊരു കാലവും ദുഃഖിപ്പതിനില്ല കാരണം. അത് ചേരുവോ മോളത്തേന്? ഇല്ല. പിന്നെ അത് ചേരുക. അടുത്തത് മായയാൽ മൂടീന മാനസം തന്നീലെ ജ്ഞാനം മറഞ്ഞങ്ങു പോകും പോലെ 7-8 കാശിന്റെ ഉന്മാദത്തള്ളലെ പാടുറ്റ നിൻകാല താഴില്ലെന്നോ. ഏതാ ചേരുന്നത്? മൂന്നാമത്തെ ആണോ? ഇപ്പം ടീച്ചർ ചൊല്ലിയത് ഏതാ മോന് തോന്നുന്നത്? നാലാമത്തെ. മായയാൽ മൂടി. ഇത് രണ്ടും കൂടെ നമുക്ക് ചൊല്ലി നോക്കാം അല്ലേ? 7-8 കാശിന്റെ ഉന്മാദത്തള്ളലെ പാടുറ്റ നിൻകാല താഴില്ലെന്നോ. മായയാൽ മൂടീന മാനസം തന്നീലെ ജ്ഞാനം മറഞ്ഞങ്ങു പോകും പോലെ. അല്ലേ ചേരുന്നത്? ഇതാണോ മോനെ ചെയ്യുന്നത്? അപ്പൊ അത് ടിക്ക് ചെയ്യാം. ചൊല്ലുമ്പോൾ സാമ്യം തോന്നിയാണോ വേണ്ട വ്യത്യാസം തോന്നിയാണോ വേണ്ടത് ഷോണെ? വ്യത്യാസം. ഷോണ് പറയുന്നത് അതാന്നല്ലേ പറയുന്നത്. ഇത് രണ്ട് സാമ്യം ഉള്ളതല്ലേ? വ്യത്യാസമുള്ള ഈരടി ഏതാ? ഇത് രണ്ടും മോനെ സാമ്യം തോന്നില്ലേ? അപ്പൊ അതല്ലല്ലോ വ്യത്യാസമുള്ള.
എന്നോടാണ് ചോദിക്കുന്നത്, മോൻ നോക്കിയിട്ട് പറ. അതെ. നമ്മൾ ടിക്ക് ചെയ്. മോൻ ശ്രദ്ധിക്കുന്നില്ല ക്ലാസ്സില്? ഉണ്ട്. ടീച്ചർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി. ചോദ്യം എന്തായിരുന്നു? ചൊല്ലുമ്പോൾ വ്യത്യാസം തോന്നുന്ന ഈരടി ഏത് എന്നാണല്ലേ? സാമ്യം തോന്നിയല്ലോ, ഒരുപോലെ തോന്നിയല്ലോ. വ്യത്യാസം തോന്നുന്ന വരികളല്ലേ കണ്ടുപിടിക്കേണ്ടത്? അതെ. അപ്പൊ വ്യത്യാസമുള്ള വരികൾ ഏതാ? കാലചക്രക്രമം ആർത്ത് കണ്ടാലൊരു കാലവും ദുഃഖിപ്പതിയില്ല കാരണം. ടിക്ക് ചെയ്തോ? മറ്റേത് മായ്ച്ചു കളഞ്ഞോ? അതിനാണ് പെൻസിൽ എടുക്കാൻ പറഞ്ഞത്. പേനയാണെങ്കിൽ നമ്മൾ കുത്തി വരയ്ക്കൂലേ? പെൻസിലാണെങ്കിൽ മായ്ച്ചാ പോരെ? മോന് മനസ്സിലായോ ഇന്നെടുത്തത്? ടീച്ചറിന്റെ സൗണ്ട് മനസ്സിലാകാതെ വന്നോ? ഇല്ല. ടീച്ചറിന് എടുത്തത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറിന്റെ നമ്പർ കിട്ടിയോ മോന്? ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയായിരുന്നോ? ഇതൊന്ന് മോൻ എനിക്ക് സെൻഡ് ചെയ്ത് തരണേ. ഇന്ന് ചെയ്തത് ഇപ്പൊ വേണ്ട, സാവധാനത്തിൽ ചെയ്യുന്നു. റെഡി ആക്കിയിട്ട് മതി കേട്ടോ. എഴുതിയിട്ടുണ്ട്. അതെ, ഇപ്പം വേണ്ട, സാവധാനം മോന് തിരക്കെല്ലാം ഒഴിയുമ്പം ഇട്ട് തന്നാ മതി. ടീച്ചറിന്റെ പേഴ്സണൽ നമ്പറിലേക്ക് ഇട്ടാ മതി കേട്ടോ. അത് ഫോട്ടോ എടുത്ത് ഇട്ട് തന്നാ മതിയേ. പിന്നെ ഉത്തരം എഴുതുക എന്നുള്ളത് ടീച്ചർ PDF രൂപത്തിൽ എഴുതിയിട്ട് തരണം. ഗ്രൂപ്പിൽ നമ്മുടെ 8ാം ക്ലാസ്സിന്റെ ഗ്രൂപ്പിലിടാം. അപ്പൊ എല്ലാവർക്കും നോട്ട് കിട്ടുമല്ലോ. ഇനി പാഠത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനെ വിളിച്ച് ചോദിക്കൂലേ? ചോദിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇപ്പൊ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ മോന് പറയാം, ഇല്ലെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാം. എന്നാ ടീച്ചർ നിർത്തിയാകട്ടെ? എന്തോ? നിർത്തിയാകട്ടെ എന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ? നമുക്ക് താങ്ക്സ്. താങ്ക് യു. ബൈ. ബൈ.